Hello guys and welcome back to Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ടാറ്റ പഞ്ചും അതുപോലെ സിട്രം C3 X തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. എന്തിനാണ് ചെയ്യുന്നത്? C3ക്ക് ആകെപ്പാടെ 10-300 യൂണിറ്റ്സിൻ്റെ സെയിലൊക്കെ ഉള്ളൂ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് പഞ്ച് ഇറങ്ങിയ സമയത്ത് നമ്മുടെ C3യുടെ പ്രൈസും കൂടെ എടുത്ത് നോക്കി. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ സത്യം പറഞ്ഞാൽ എക്സ്റ്ററിലും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത് C3 ആണ് ഓർ C3 X ആണെന്ന്. കാരണം എക്സ്റ്ററിലും കൂടുതൽ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ടർബോ പെട്രോൾ ഉണ്ട്, ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്കൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഓർ അത്ര ഡീറ്റെയിൽഡ് അല്ലാത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി പഞ്ചിന് മുകളിൽ C3 എടുക്കാനുള്ള കുറച്ച് റീസൺസും അതുപോലെ തന്നെ C3ക്ക് മുകളിൽ പഞ്ച് എടുക്കാനുള്ള കുറച്ച് റീസൺസും ആണ്. അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് മാത്രം. വളരെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കമ്പാരിസൺ ആയിട്ട് നിങ്ങൾ കാണണ്ട, ഇങ്ങനെ മാത്രം കണ്ടാൽ മതി. നമുക്ക് ആദ്യം ഡയമെൻഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് പഞ്ചിൻ്റെ റെഫറൻസിലാണ് പറയുന്നത്. സോ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ C3ക്ക് നല്ല വ്യത്യാസമുണ്ട്. 105 mm C3ക്ക് കൂടുതലാണ് വന്നിരിക്കുന്നത്. പഞ്ചിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. വിഡ്ത്ത് പഞ്ചിന് കൂടുതലാണ്, 9 mm ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഹൈറ്റും പഞ്ചിന് കൂടുതലാണ്, 29 mm കൂടുതലുണ്ട്. വീൽ ബേസ് പക്ഷേ അഗെയിൻ നല്ല വ്യത്യാസമുണ്ട്. 95 mm നമ്മുടെ C3ക്ക് കൂടുതലാണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ വീൽ ബേസ് ഉള്ള വണ്ടി ഇതാണ്. ഈവൻ ചില നമ്മുടെ സപ്പോമെട്രസ് അതായത് നെക്സോൺ പോലുള്ള വണ്ടികളെക്കാളൊക്കെ കൂടുതൽ C3 Xന് വീൽ ബേസ് ഓർ C3ക്ക് വീൽ ബേസ് വന്നിട്ടുണ്ട്. 2540 mm എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീൽ ബേസ് ആണ്. ഓൾമോസ്റ്റ് കർവിൻ്റെ അത്ര ഉണ്ടെന്ന് പറയാം. സോ അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ലെങ്ത്തും വീൽ ബേസും രണ്ടും ആവശ്യമുള്ള സംഭവങ്ങളാണ്. അത് C3ക്ക് തന്നെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പഞ്ചിൽ കിട്ടുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ആ പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് നോക്കാം. ഞാൻ പറയാം പ്രൈസ്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും ഫസ്റ്റ് എഡീഷൻ വരുന്ന നമ്മുടെ LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫ്രണ്ടിൽ. സെട്രോണിലെ നോർമൽ ഹാലജൻ ബൾബാണ്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചിൻ്റെ ബാക്കിൽ നല്ലൊരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് കിട്ടുന്നുണ്ട്. ഇത് കാണാൻ അത്യാവശ്യം നല്ലതാണ്. C3യുടെ ബാക്ക് കാണാൻ ഒരു ഇത്തിരി ബ്ലാങ്ക് ആണ്. എനിക്ക് പേഴ്സണലി പഞ്ചിൻ്റെ ഡിസൈനാണ് C3യുടെ ബാക്കിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഇത് ബേസ് മോഡൽ, അതായത് ടോപ്പ് എൻഡിലത്തെ രണ്ട് വേരിയൻസ് അക്കംപ്ലിഷ്ഡ് പ്ലസ്സിൽ മാത്രമേ ഈ നടുവിലത്തെ കണക്റ്റഡ് ലൈറ്റ് കത്തുള്ളൂ. ബാക്കി എല്ലാത്തിലും ആ ഡിസൈൻ ഉണ്ടാവും, പക്ഷേ നടുവിലത്തെ ലൈറ്റ് കത്തില്ല, ഹാലജൻ ആയിരിക്കും. പക്ഷേ ടോപ്പ് എൻഡിൽ നമുക്ക് LED കിട്ടും. പിന്നെ അടുത്ത ഫീച്ചർ വരുന്നത് നമ്മുടെ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ്. സെട്രൈനിൽ മാക്സിമം നമുക്ക് 15 ഇഞ്ച് വരെ കിട്ടുന്നുള്ളൂ. ഇതിന് ടയർ സൈസ് വണ്ടിയുടെ മൊത്തത്തിലുള്ള സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുണ്ട്, നല്ല വലിയ വീൽസ് പോലെ തോന്നും. ഇനി അടുത്ത കുറച്ച് ചെറിയ സാധനങ്ങളാണ്. അതായത് നമുക്ക് പഞ്ചിൻ്റെ ഫ്രണ്ടിൽ 65 വാട്ട്സിൻ്റെ USB ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ബാക്കിൽ 15 വാട്ട്സിൻ്റെ USB Type C ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിലെ സ്ലൈഡിംഗ് ഫംഗ്ഷനുള്ള ആംബ്രസ്റ്റ് ഉണ്ട്, അത് C3യിൽ കിട്ടുന്നില്ല. പിന്നെ ആംബ്രസ്റ്റിൻ്റെ അകത്ത് ഒരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സോ അതൊരു നല്ല പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് കുറച്ചും കൂടെ നല്ലതാണ്. അതായത് തൈ സപ്പോർട്ടിൻ്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വേറെ വലിച്ചു കിട്ടാൻ പറ്റില്ല, പക്ഷേ കമ്പനിയിൽ തന്നെ അവർ അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള സീറ്റ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ലതാണ്. ആൻഡ് ഓവറോൾ ക്യാബിനൊക്കെ എടുക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ഒരു ഫീച്ചർ റിച്ച് ആയതുപോലെ നമുക്ക് തോന്നും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വോയിസ് അസിസ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സൺറൂഫ്, റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ് മറ്റേലുണ്ട്. പക്ഷേ ഇലക്ട്രിക് സൺറൂഫ് ഡെഫിനറ്റ്ലി C3യിൽ മിസ്സിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും പഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് കിട്ടുന്നത്. പിന്നെ എക്സ്റ്ററിലും ഉണ്ട്, അത് പിന്നെ കുറേ കാലമായിട്ടുള്ളതാണല്ലോ. ഇനി അടുത്തത് ഫുൾ റിയർ സീറ്റിലെ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് C3യുടെ ടോപ്പ് എൻഡിൽ പോലും റിയറിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കിട്ടുന്നില്ല. പഞ്ചിൻ്റെയും അക്കംപ്ലിഷ്ഡ് പ്ലസ്സിൽ മാത്രമേ അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റ് വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും 2 ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ടോപ്പ് എൻഡിലെങ്കിലും ഉണ്ട്. പിന്നെ സെൻറ്റർ ആംറെസ്റ്റ് നമുക്ക് C3യിൽ വരുന്നില്ല, പഞ്ചിന് മാത്രമേ ഉള്ളൂ. പിന്നെ റിയർ AC വെൻസ് നമുക്ക് പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ അത്യാവശ്യം നല്ല ചേഞ്ചസ് ആണ്. റിയർ AC വെൻസ് പഞ്ചിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റിലും ഉണ്ടായിരുന്നു. ബട്ട് എനിവേ C3യിൽ ഇല്ലാത്ത കുറച്ച് നല്ല എഡീഷൻസ് ആണ് ഇതൊക്കെ. പിന്നെ C3യിൽ ഉള്ളൊരു സംഭവമാണ് 360° ക്യാമറ. പക്ഷേ അത് ഡീലർ ഫിറ്റ്മെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റി വളരെ മോശമാണ്. പഞ്ചിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. ഇത് ടാറ്റ തന്നെ കൊടുക്കുന്ന നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. ഈ പ്രൈസ് പോയിന്റ് ആണെങ്കിലും ക്യാമറയുടെ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അതും അഡ്വഞ്ചർ വേരിയൻ്റ് പോലെ നമുക്ക് 360° ക്യാമറ കിട്ടും. സോ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. 3D വ്യൂ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ്. ഇനി അടുത്ത പ്ലസ് പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. അത് നമുക്കിപ്പോൾ നോർമലി എടുക്കുകയാണെങ്കിലും കൂടുതലാണ്. അല്ലാതെ CNGയിൽ തന്നെ നമുക്ക് ട്വിൻ സിലിണ്ടർ ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് 210 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. C3യിലും നമുക്ക് CNG അവർ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് കൊടുക്കുന്നില്ല, പക്ഷേ ഡീലർ ഫിറ്റ്മെൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. 93,000 എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഒന്നല്ല, ബാക്കിൽ നമ്മുടെ വലിയൊരു മറ്റേ CNGയുടെ സിലിണ്ടർ കാണും. അതുകൊണ്ട് ബൂട്ട് സ്പേസ് ഇത്തിരി കോംപ്രമൈസ് ആവും. ഇതിനകത്ത് പക്ഷേ അങ്ങനത്തെ അധികം പ്രശ്നം വരുന്നില്ല. നോർമൽ വണ്ടിയിൽ ഏകദേശം 370 ലിറ്റേഴ്സിന് മുകളിലായിട്ടാണ് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഉറപ്പായിട്ടും നമുക്കറിയാം ടാറ്റ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. 5 സ്റ്റാർ റേറ്റിംഗിന് കിട്ടിയിട്ടുള്ളതാണ്. BNCAP വണ്ടി പുതിയ വണ്ടിയും 5 സ്റ്റാർ റേറ്റഡ് ആണ്. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഹിൽ ഡീസൻ കൺട്രോൾ ഈ വണ്ടിയിൽ എക്സ്ട്രാ വരുന്നുണ്ട്, C3യിലില്ല. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പിന്നെ TPMS തുടങ്ങിയ സാധനങ്ങളെല്ലാം കോമൺ ആണ്. ABC TBD ഒന്നും പിന്നെ പറയണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ വളരെ നോർമലാണ്. CNGയിൽ തന്നെ പഞ്ചിന് വേറൊരു പ്ലസ് പോയിന്റും കൂടെ ഉണ്ട്. അതാണ് AMT ട്രാൻസ്മിഷനുള്ള നമ്മുടെ CNGയുടെ ഓപ്ഷൻ. വേറൊരു കമ്പനിയും പൊതുവെ CNGയിൽ ഓട്ടോമാറ്റിക് കൊടുക്കാറില്ല, പക്ഷേ ടാറ്റ ഏതായാലും കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ AMT ഉള്ള മോഡൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരെ അവൈലബിൾ ആണ്, അതും CNGയിൽ. സോ അത് ഗംഭീര ഫീച്ചർ തന്നെയാണ്.
ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പഞ്ചിൻ്റെ ഒരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ടാറ്റയുടെ മൊത്തത്തിലുള്ള ഒരു ഡീലർഷിപ്പിൻ്റെ റീച്ചാണ്. സിട്രോയിൻ ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും എത്തി തുടങ്ങിയിട്ടില്ല, അവർ പതുക്കെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത നിയറസ്റ്റ് ഡീലർഷിപ്പ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം ദൂരമായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല, ഓർ ചിലപ്പോൾ സർവീസ് സെൻറ്റർ മിസ്സിംഗ് ആയിരിക്കും. അങ്ങനത്തെ കേസിൽ ടാറ്റ കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ സർവീസ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ രണ്ടിനും അത്യാവശ്യം മിക്സഡ് ഒപ്പീനിയൻ ആണ്. ചില സ്ഥലത്ത് സിട്രോയിനും കുറച്ച് മോശം അഭിപ്രായം ആൾക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെ ടാറ്റയ്ക്കും ചില സ്ഥലങ്ങളിൽ ചില ഡീലർഷിപ്പുകളിൽ മോശം അഭിപ്രായം സർവീസ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ആൾക്കാർ പറയാറുണ്ട്. സോ അത് കോമൺ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെയാണ് നമ്മുടെ പഞ്ചിൻ്റെ എക്സ്ട്രാ പ്ലസ് പോയിന്റ്സ് വരുന്നത്. ഞാൻ പ്രൈസ് ഇവിടെ പറയാത്ത C3യുടെ കേസിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്, അതുകൊണ്ട് അത് അവിടെ പറയുന്നതായിരിക്കും നല്ലത്. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ C3യുടെ എക്സ്ട്രാ പ്ലസ് പോയിന്റ്സ് എടുക്കാം. ഡയമെൻഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത്യാവശ്യം ലെങ്ത്തും അതുപോലെ വീൽ ബേസിന് കൂടുതലുണ്ടെന്നുള്ളത്. ആൻഡ് ഡിസൈൻ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ ഡിസൈനാണ് ഇഷ്ടം എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതിൻ്റെ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ഒക്കെ എല്ലാവരും പൊതുവെ പ്രശ്നമായിട്ട് പറയുന്നതാണ്. അത് ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നത് വളരെ ശരിയാണ്, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. ഏതായാലും ഈ വണ്ടിയുടെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഒരു സംഭവം ഉള്ളത്, നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ കീലെസ് എൻട്രി ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. നമ്മൾ ദൂരത്തേക്ക് പോകുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. നമ്മൾ പഞ്ചിൻ്റെ കേസിൽ ഒന്നെങ്കിൽ പ്രോക്സിമിറ്റി സെൻസർ ഞെക്കണം, അല്ലെങ്കിൽ കീ വെച്ച് ലോക്കും അൺലോക്കും ചെയ്യണം. സോ അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ഓവറോൾ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള നമ്മുടെ മെറ്റീരിയൽസ്, അതായത് ഇതിനകത്ത് ഡാഷ്ബോർഡിൽ അവർ ഇപ്രാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് കളർ കാണുന്ന ഒരു ലെതർ റാപ്ഡ് പോലത്തെ ഫിനിഷാണ്. അത് നേരത്തെ ഇല്ലായിരുന്നു, അവർ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ AC1 ഒക്കെ ഫിനിഷിങ് ഇപ്പോഴും കുറച്ച് വീക്കാണ്. അതവർ ബസോൾട്ടിലും അതുപോലെ എയർ ക്രോസിലും ശരിയാക്കിയിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഇപ്പോഴും പഴയ ഒരു സെയിം ഡാഷ്ബോർഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും എയർ ക്രോസിൻ്റെയും ബസോൾട്ടിൻ്റെയും ഡാഷ്ബോർഡ് ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ വേറെ ലെവലായതിനെ, കാരണം അതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് വണ്ടിയുടെ AC ആണ്. ട്രോപ്പിക്കൽ AC ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നല്ല കൂളിങ്ങുള്ള AC ആണ്. 14 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ സെറ്റിംഗ്. അതിൻ്റെ താഴേക്കാണ് ഇതിൻ്റെ ലോ പോകുന്നത്. പൊതുവേ മിക്ക വണ്ടികളും 16 ഡിഗ്രി വരെയൊക്കെയാണ് നോർമലി പോകാറുള്ളത്. സോ അതും കൂളിങ്ങിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇനി 360 ഡിഗ്രി ക്യാമറയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിവിടെ സത്യം പറഞ്ഞ ഒരു നെഗറ്റീവായിട്ടാണ് പറയേണ്ടത്. അവർ കൊടുക്കാൻ വേണ്ടി കൊടുത്ത പോലെയാണ്. ഈ സെയിം സംഭവം തന്നെയാണ് എയർ ക്രോസിലും ബസാൾട്ടിലൊക്കെ ആ പ്രൈസിലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മാഗ്നറ്റ് കൈകർ എല്ലാം ഏകദേശം ഒരു സിമിലർ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. ഇതിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും സ്റ്റിൽ മറ്റ് രണ്ട് വണ്ടികൾ. ഇത് ഡീലർ ഫിറ്റ്മെൻ്റ് ആയിട്ട് അവർ എക്സ്ട്രാ ഒരു ആക്സറി ആയിട്ടാണ് കൊടുക്കുന്നത്. 25,000 രൂപ എന്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത് നിങ്ങൾ എന്തായാലും വെക്കണം, കാരണം അല്ലെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ക്യാമറ പോലും കിട്ടില്ല. ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ രണ്ട് വണ്ടികളിലും കോമൺ ആയിട്ട് വരുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനങ്ങനെ എടുത്ത് പറഞ്ഞില്ല. ഫോർ എക്സാമ്പിൾ 10.25 ഇഞ്ച് ഇൻഫോർടൈൻ സിസ്റ്റം, 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്റർ, നമ്മുടെ ഓട്ടോ AC ആയിക്കോട്ടെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ഓട്ടോ ഡിമിങ് IRVMs, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ മിറേഴ്സ്, ക്രൂസ് കൺട്രോൾ, അങ്ങനെ അത്യാവശ്യം സംഭവങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ വിട്ടുപോകരുത്. കോമൺ ഫീച്ചേഴ്സ് ഞാൻ അങ്ങനെ പറയാറില്ല, പക്ഷേ ഇതിനകത്ത് പറയണമെന്ന് തോന്നി. ഇനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് C3യുടെ ശരിക്കുള്ള പ്ലസ് പോയിന്റ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ റിയർ സീറ്റ് കംഫർട്ടാണ്. കംഫർട്ട് മീൻസ് സീറ്റ്സ് ഒക്കെ ഒരു ആവറേജ് സീറ്റ്സ് ആണ്. ക്വാളിറ്റി എൻ്റെ ഫോമൊക്കെ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് അല്ല. ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു മീഡിയം സോഫ്റ്റ്നെസ് ആണ് ശരിക്കും നല്ലത്. ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പം പുറം വേദനയൊക്കെ എടുക്കാൻ തുടങ്ങും, ഒരു നടുവേദന എടുക്കാൻ തുടങ്ങും. പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിക്ക് വീൽ ബേസും ലെങ്ത്തും കൂടുതലായതുകൊണ്ടും റിയർ സീറ്റ് സ്പേസിൻ്റെ കാര്യത്തിൽ പഞ്ചിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന C3 ആണ്. പക്ഷേ വേണമെങ്കിൽ സീറ്റ്സിൻ്റെ ഒരു കംഫർട്ട് ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ പഞ്ചനാണ് എന്ന് പറയാം. ഫ്രണ്ട് സീറ്റ്സ് ഈ വണ്ടിയുടെ അത്യാവശ്യം നല്ലതാണ്. ഇതിനകത്തും കുറച്ച് ആ ഒരു തൈ സപ്പോർട്ടിൻ്റെ എക്സ്റ്റൻഷൻ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും പഞ്ചിൻ്റെ സീറ്റ്സിൻ്റെ ഒരു മെറ്റീരിയൽസും സംഭവങ്ങളും ഫിനിഷിങ്ങും ഒക്കെ ഇതിനേക്കാൾ ഇത്തിരി കൂടെ പ്രീമിയം ആയിട്ട് തോന്നും. ഇനി അടുത്ത പ്ലസ് പോയിന്റ്സ്, ഒന്നാമത്തെ കാര്യം ഈ വണ്ടിയുടെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ആണ്. പഞ്ചിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് വളരെ നല്ലതാണ്. പക്ഷേ ഈ വണ്ടിയുടെ റൈഡ് പഞ്ചിനേക്കാൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. പഞ്ചിന് ചെറിയൊരു അണ്ടർലൈങ് സ്റ്റിഫ്നെസ് ഉണ്ട്. പിന്നെ 16 ഇഞ്ച് വീൽസ് ആയതിൻ്റെ ആ പ്രൊഫൈൽ ടയറിന് കുറവ് വരുന്നതിൻ്റെ ഇതുകൊണ്ട് ഇത് 15 ഇഞ്ച് വീൽസും ആണ്. സസ്പെൻഷൻ കുറച്ചും കൂടെ സോഫ്റ്റും ആണ്. അതുകൊണ്ട് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി പഞ്ചിനാണ് നല്ലത്. പക്ഷേ നമ്മളിപ്പോൾ കോർണേഴ്സിലൊക്കെ പോകുമ്പോഴുള്ളൊരു കമ്പോഷർ ഷാസി ഈ വണ്ടി കുറച്ചും കൂടെ ലൈറ്റുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മൊത്തത്തിൽ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും പിന്നെ റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഈ വാഹനത്തിന് ചെറിയൊരു അപ്പർ എഡ്ജ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ, നമുക്ക് പഞ്ചിൽ ഇപ്പോൾ പുതിയ ടർബോ പെട്രോൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയതല്ല, ഐ മീൻ പഞ്ചിൽ നേരത്തെ ടർബോ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അവർ നെക്സോണിൻ്റെ സെയിം 120 PS 170 Nm ടോർക്കൊക്കെ ഉള്ള ടർബോ എഞ്ചിൻ കൊടുത്ത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 110 PS അതുപോലെ 205 Nm ടോർക്കാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്, 190 Nm ടോർക്കാണ് മാനുവലിൽ വരുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ പവർ ഡെലിവറി വേറെ ലെവലാണ്. നമുക്ക് പഞ്ചിൽ ഓൺ പേപ്പർ പവർ കൂടുതലാണെങ്കിലും ഈ വണ്ടിയുടെ 0 to 100 ടൈമിംഗ് ഫാസ്റ്റാണ്. ഇത് ഏകദേശം ഒരു 10 സെക്കൻഡിനുള്ളിലൊക്കെ 0 to 100 എത്തും. പഞ്ച് മാനുവലിൽ തന്നെ 11.1 സെക്കൻഡ്സ് ആണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി തന്നെ 10 സെക്കൻഡിനടുത്ത് എത്തും. സോ സ്പീഡിൻ്റെ കാര്യത്തിൽ ഓർ എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തീർച്ചയായും നമുക്കിത് ഒരുപടി മുന്നിൽ തന്നെ വെക്കാം. ഈവൻ NA പെട്രോളിൻ്റെ കേസിലാണെങ്കിൽ പോലും ഈ വണ്ടി പഞ്ചിൻ്റെ NAയേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. 0 to 100 ആക്സിലറേഷൻ ഓർ 0 to 60 ആക്സിലറേഷൻ എടുക്കുകയാണെങ്കിലും രണ്ടിലും ഫാസ്റ്റാണ്.
പിന്നെ നമുക്ക് വൈബ്രേഷൻ, നോയ്സ്, ഹാർഷ്നെസ്, അതായത് NVH സംഭവങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ രണ്ടും 3 സിലിണ്ടർ എഞ്ചിൻസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ രണ്ടിനും അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ സിട്രോയിൻ്റെ എഞ്ചിൻ ആണെങ്കിലും ഇത് ടെക്നിക്കലി പോർഷയുടെ എഞ്ചിനാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 3 സിലിണ്ടർ ആയതുകൊണ്ടും പിന്നെ ഒരു ഇത്തിരി ഹാർഷ്നെസ് കൂടുതലായതുകൊണ്ടും നമുക്ക് അങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഐഡലിംഗ് സമയത്തൊന്നും കിട്ടില്ല. ഇനി അത് പറഞ്ഞപ്പോഴാണ് പഞ്ചിൻ്റെ ടർബോ പെട്രോൾ വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ടർബോ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത്. പക്ഷേ C3യിൽ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ അപ്ഡേറ്റ് കൊണ്ടുവന്നപ്പോൾ തൊട്ടും പിന്നെ കഴിഞ്ഞ വർഷം തൊട്ടും നമുക്ക് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് തന്നിട്ടുണ്ട്. ആൻഡ് 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ്, AMT ഗിയർ ബോക്സ് ഒന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റാണ്. പിന്നെ പവറിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും പ്രൈസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരിക്കും. സോ നമുക്ക് അതും കൂടെ കമ്പയർ ചെയ്തേക്കാം. C3Xൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ജസ്റ്റ് 4.95 lakhs ആണ്. പഞ്ചിന് 5.59 ആണ്. അവിടെ തന്നെ അത്യാവശ്യം 65,000 രൂപയുടെ അടുത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ടോപ്പ് എൻഡിലേക്ക് പോകും തോറും പ്രൈസ് ഇങ്ങനെ പഞ്ചിന് കൂടിക്കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നമ്മുടെ ടർബോ പെട്രോൾ മാനുവലിൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ പഞ്ചിൻ്റെ അകത്ത് 9.79 lakhs ആണ് ടോപ്പ് എൻഡിൻ്റെ പ്രൈസ്. ഓക്കെ, പക്ഷേ C3 എടുക്കുകയാണെങ്കിൽ 8.74 lakhs ആണ് ടോപ്പ് എൻഡ് മാനുവലിൻ്റെ പ്രൈസ്. ഞാനിപ്പോൾ ഇവിടെ ടർബോ പെട്രോൾ C3 ഇട്ടിരിക്കുന്ന 8.74 എന്ന് പറയുന്നത് മാനുവൽ, 9.45 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിൻ്റെയും പ്രൈസാണ്. കാരണം അതിൻ്റെ ടോപ്പിൽ മാത്രമേ ടർബോ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പഞ്ചിൽ പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ടർബോ പെട്രോൾ അഡ്വഞ്ചർ വേരിയലും അതുപോലെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ്സിലാണ് വരുന്നത്. മിഡിൽ വേരിയലിലും ടോപ്പ് എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതായത് പഞ്ചിൻ്റെ അഡ്വഞ്ചർ വേരിയൻറ്റ് വാങ്ങുന്ന പ്രൈസിൽ നമുക്ക് വേണമെങ്കിൽ C3യുടെ ടോപ്പ് എൻഡ് കിട്ടും, അതും മാനുവൽ. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അതിലും നമുക്ക് C3ക്ക് പ്രൈസ് കുറവാണ് വരുന്നത്. പക്ഷേ പഞ്ചിൻ്റെ ടോപ്പ് എൻഡ് മാനുവലിന് തന്നെ C3യുടെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ടർബോയിനേക്കാൾ വില കൂടുതലാണ്. ആൻഡ് അതല്ലാതെ എടുക്കുകയാണെങ്കിലും 8.99 lakhsലാണ് പഞ്ച് മാക്സ് ഔട്ട് ചെയ്യുന്നത്. C3യുടെ ടോപ്പ് എൻഡ് ഷൈൻ എക്സ് എന്ന് പറഞ്ഞ മോഡൽ 7.63 lakhsൽ ടോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട് ഓൺ റോഡ് എടുക്കുന്ന സമയത്ത്. അത്രയും ഡിഫറൻസ് എക്സ്ട്രാ ഈ പഞ്ചിന് കൊടുക്കുന്നുണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. മെയിനായിട്ട് പ്രൈസാണ് ഞാൻ നോക്കിയത്. കാരണം ബാക്കി ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. പഞ്ച് ഫീച്ചേഴ്സ് അക്കാര്യത്തിലൊക്കെ ഒരുപാട് ബെറ്റർ ആണ്. ആൻഡ് ഇപ്പോൾ ടർബോ എഞ്ചിന് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പുതിയ പഞ്ചിന് നല്ല വണ്ടി തന്നെയാണ്. പക്ഷെ എന്നാലും പ്രൈസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും C3 സിട്രോയിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ എക്സ് മോഡൽസ് ഇറക്കിയപ്പോൾ തൊട്ട് ഇവരുടെ ഓവറോൾ സെയിൽസിലും അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് കാണാം. ഇപ്പം ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കുറച്ചധികം സിട്രോയിൻ്റെ പുതിയ വണ്ടികൾ കാണാനുണ്ട്, പ്രത്യേകിച്ച് എക്സ് മോഡൽസ്. എന്തായാലും നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടികളിലുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. നിങ്ങളാണെങ്കിൽ ഏതായിരിക്കും പിക്ക് ചെയ്യുക, പഞ്ചായിരിക്കും അതോ C3X ആയിരിക്കും എന്നും കൂടെ പറഞ്ഞേക്കാം. മിക്കവാറും പഞ്ചായിരിക്കും. കാരണം ഡെഫിനറ്റ്ലി C3ക്ക് സെയിൽസ് വളരെ കുറവാണ്. പക്ഷേ ഇതൊരു അണ്ടർ അപ്രീഷിയേറ്റഡ് വണ്ടിയായിട്ടാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. എനിവേ നമ്മുടെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.